ആ വീഡിയോയുടെ ക്ലാരിറ്റി തരാമോ? എടാ ആ വീഡിയോയുടെ ക്ലാരിറ്റി ആ വീഡിയോയിൽ തല കാണുന്നുണ്ടോ? അതെ അതെ, വീണ്ടും വന്നിങ്ങനെ ഒന്ന് ന്യായീകരിക്കാൻ ഒരു കഴിവ് തന്നെ വേണം. ഇപ്പോഴും പറയുന്നത് എന്താണ്? ആ വീഡിയോയിൽ എൻ്റെ തലയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിന് ആൻസർ പറയേണ്ട ആവശ്യവുമില്ല. പക്ഷെ തലയൊഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ വീഡിയോയിൽ സഭ പറഞ്ഞത് ശരിയാണ്, അവൻ്റെ തല കാണാൻ പോലും ഇല്ല, അതെങ്ങോട്ടൊക്കെയോ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടി എടുത്തയാണെന്ന് അറിയത്തില്ല, ഇത് ആരെടുത്തയാണെന്ന് അറിയത്തില്ല, ഇതിപ്പം പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്നും അറിയത്തില്ല. എന്നിരുന്നാലും പലരും പറഞ്ഞു വയ്ക്കുന്നത് സഭയും ഫസ്മിനയുമായിട്ട് ഒത്തുചേർന്നു, അതിനെ തുടർന്ന് ഈ വീഡിയോ പുറത്തുവിട്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വീഡിയോ എടുത്തത് ആരായിരിക്കണം? ഒന്നുകിൽ സഭയ്ക്കറിയാവുന്ന ആൾ, ഇല്ലെങ്കിൽ ലല്ലുവിന് അറിയാവുന്ന ആൾ, ഇല്ലെങ്കിൽ ഇവർ രണ്ടുപേരിലും ഒരാൾ. പക്ഷെ അവിടെയും ആരാണെന്ന് പറയുന്നില്ല. അതാണ് ഏറ്റവും സംശയം തോന്നിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇതിലെന്തോ നാടകം ഉണ്ട് എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അവരെല്ലാം കൂടെ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണോ? ഇവരുടെ ഈ സീരീസ് ഒരിക്കലും തീരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോരോ ക്ലിപ്പുകളും പുറത്തിട്ട് ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അവിടെയൊക്കെ ഈ 4 വിശ്വസിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഫസ്മിനാനെ ഞാൻ കുറ്റം പറയത്തില്ല, ഫസ്മിന ജെന്യൂനാണ്, എല്ലാത്തിനും ജെന്യൂനാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഓള് പാവം. ഫസ്മിന പാവമാണ്, ജെന്യൂനാണ്, പെർഫെക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇത്രയും നാളും ഫസ്മിന പറഞ്ഞിരുന്നത് സഭ മോശക്കാരിയാണ്, സഭയും ലല്ലുവുമായിട്ട് അവീതമുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ട് കിടന്നത്. അതൊരിക്കലും ഫസ്മിന മാറ്റി പറഞ്ഞതുമില്ല. എന്തോ ആയിക്കോട്ടെ, അത് ആ വീഡിയോ ഇട്ടവൻ ആരാ, അവനോട് അന്വേഷിക്കുക. ആരാണ് അവനിക്ക് ആ വീഡിയോ ഇട്ട് കൊടുത്തത്? അവർക്കറിയാലോ കഥ എന്താ സംഭവം എന്ന്. അതെന്താ ചെയ്യാം. ലല്ലുവിന് ഇനി ഒന്നും പോവാനില്ല, അവനിക്ക് എന്ത് കളികൾ വേണമെങ്കിലും കളിക്കാം. അതെ, ലല്ലുവിന് ഇനി ഒന്നും പോവാനില്ല. ഫസ്മിനയുടെ കൂടെ കുറേ നാൾ നടന്ന് അങ്ങനെ കുറേ പോയി, അതിനുശേഷം സഭയുടെ കൂടെ കുറേ നാൾ നടന്ന് കുറച്ച് അങ്ങനെയും പോയി. ഇനി അവൻ എന്തെങ്കിലും പോക്കാനുണ്ടെങ്കിൽ തന്നെ അവൻ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കുകയും ചെയ്യും. അവന് ഇതിനൊരു പഞ്ഞവും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിനുവേണ്ടി ഓരോ പെൺകുട്ടികളും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലല്ലു എവിടെ, അടുത്ത എന്തെങ്കിലും പോക്കാനുണ്ടോ എന്ന് കരുതിയിരിക്കുന്ന പെൺകുട്ടികളാണോ ഇവിടെ ഉള്ളതെന്ന് തോന്നിപ്പോവും. കാരണം അത്രമാത്രം കുൽസിത പ്രവർത്തികൾ പുറത്തു വന്നിട്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ലല്ലുവിന് ഇനി എന്താണ് പോവാനുള്ളത്? അവൻ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ. അല്ല, കുറച്ചു നേരം മുമ്പ് സഭ പറഞ്ഞിരുന്നു അവിടെ എൻ്റെ തലയുണ്ടോ എന്ന്. പക്ഷേ ഈ ഫോട്ടോയിൽ തല വ്യക്തമാണ്. അവിടെ ലല്ലു ബേബി ഉടുപ്പൊന്നും ഇല്ലാതെയാണ് നിൽക്കുന്നത്. ഇത്രമാത്രം അടുപ്പമുണ്ടെന്ന് പക്ഷേ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഇത് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തതോ ഇല്ലെങ്കിൽ AI ഫോട്ടോയോ വല്ലതും ആയിരിക്കും, അതായിരിക്കും പറയാൻ വരുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ട് വലിയൊരു നാടകം ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തതിൻ്റെ കൂട്ട് പെട്ടെന്ന് ഷോക്കായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ കരച്ചിൽ കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതുപോലൊരു ഗതി ആർക്കും വരരുത് എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത്. കാരണം ഇദ്ദേഹം പറയുന്നത് തൻ്റെ ആദ്യ ഭാര്യയ്ക്കും അവിഹിതമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ ഭാര്യയ്ക്കും അവിഹിതമുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ അവിഹിതം കൂടെ കേട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സത്യം പറഞ്ഞെങ്കിൽ ആവില്ല കേട്ടോ, ആ വീഡിയോ, ഇങ്ങനത്തെ വീഡിയോ ഒന്നും കാണാൻ എന്നെ കൊണ്ട് പറ്റണില്ല. ഓക്കെ, ഞാൻ റിക്കവറായി വരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാണാൻ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദയവേത് നിർത്താം നിങ്ങളെല്ലാവരും. ഓക്കെ, അല്ല, ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഈ വീഡിയോ എല്ലാം പൊക്കിക്കൊണ്ട് വന്നത് നമ്മളാണ് എന്ന തരത്തിലാണല്ലോ. ഒരുപക്ഷെ അവിടെയൊക്കെ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ തുടക്കം ആരായിരുന്നു വീഡിയോയുമായിട്ട് വന്നത്? ആ വ്യക്തി തന്നെയാണ് ഇപ്പോൾ വന്ന് പൊട്ടിക്കരയുന്നത്. ഇങ്ങനെയാണ് സഭയ്ക്ക് അവീതമുണ്ട്, സഭയും ലല്ലുവുമായിട്ട് അവീതമുണ്ട് എന്ന തരത്തിൽ വീഡിയോ ഒക്കെ പ്രചരിപ്പിച്ച് എല്ലാവരെയും അറിയിപ്പിച്ച വ്യക്തി തന്നെ വന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളെ പോലെ പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ പലർക്കും സംശയം തോന്നും, ഇത് ഈ മഹാൻ നേരത്തെ അറിഞ്ഞതല്ലേ? ഈ മഹാൻ അപ്പോഴൊന്നും കരയുന്നത് കണ്ടില്ലല്ലോ, പിന്നെ ഇപ്പോൾ വന്ന് എന്താണ് പൊട്ടിക്കരയുന്നതെന്നാണ് പലരും ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ആരാണെന്നുണ്ടെങ്കിലും എനിക്ക് ഓൾറെഡി കണ്ട് ഞാൻ ആകെ തളർന്ന് മരിച്ച് രണ്ടാമത് അങ്ങേറ്റത്തിന് ശേഷം ഞാൻ റിക്കവറി വരുന്നതാണ്. ഞാൻ നിർത്തി വെച്ചേക്കാണ്, ഞാൻ മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ ഇങ്ങനെ കരയുന്ന കണ്ട് പലരും പറയുന്നത് വീണ്ടും മൈൻഡ് മാറ്റിയത് അടുത്തൊരു കല്യാണത്തിന് വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് എന്ന തരത്തിലാണ്. അതോ ഇനി കല്യാണം വേണ്ട എന്ന തരത്തിലാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ കരച്ചിൽ ഈ സമയത്തായിരുന്നോ വേണ്ട എന്നുള്ളതാണ് ഇപ്പൊ തോന്നുന്നത്. മനുഷ്യന്മാരല്ലേ, വിഷമം കാണുമായിരിക്കും. കാരണം ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നേരത്തെ കരയാമായിരുന്നു എന്നാണ് പലരും പറയുന്നത്. ഇനിയിപ്പം വിഷമം സഹിക്കാനാവാതെ കരഞ്ഞതായിരിക്കാം. അതും ക്യാമറയ്ക്ക് മുന്നിൽ ഇത്രയൊക്കെ പൊട്ടിക്കരയാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ വിഷമം കണ്ട് കുറേ പേരൊക്കെ അതിൽ വീണു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിപ്പോൾ സഭയ്ക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് ആയിട്ടുണ്ട്.
ഇദ്ദേഹത്തിന് പോസിറ്റീവ് ആയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ആവണില്ല കാണാൻ. സീരിയസ്ലി എനിക്ക് ഓൾറെഡി ഫസ്റ്റ് ടൈമിൽ കണ്ടപ്പോ തന്നെ അങ്ങനെ ഇല്ലാണ്ടായി പോയതാണ്. പിന്നെ ആവണില്ല, നിർത്തിയേക്ക് പ്ലീസ്. അല്ല, കരയുന്നതൊക്കെ വിഷമം വന്നിട്ടായിരിക്കും. പക്ഷേ ആ കുട്ടിയുടെ കാര്യം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും കരയുന്നതായിട്ട് നമ്മൾ കണ്ടതുമില്ല. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കുട്ടിയോടായിരിക്കും ഇമോഷൻസ് വരുന്നത്. അതായത് ഇങ്ങനെയുള്ള അവിധമൊക്കെ വരുമ്പോൾ കുട്ടിയെ ഓർത്തായിരിക്കും പലരും കരയുന്നത്. അല്ലാതെ ചാടിപ്പോയ ഒരാളെക്കുറിച്ച് ഓർത്ത് ഇത്രമാത്രം കരയുമോ? അറിയില്ല, മനുഷ്യന്മാരുടെ മനസ്സല്ലേ. അതിപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ തീർക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പേഴ്സണലി റൂമിൽ ചെയ്യുന്ന കാര്യങ്ങൾ റൂമിൽ കഴിഞ്ഞു. അത് സോഷ്യൽ മീഡിയ തുറന്ന് വെച്ചിരുന്ന് വീഡിയോ ഓണാക്കി കരയാൻ ആർക്കും പറ്റും. എനിക്ക് വന്നിരുന്ന് കരയാം, എനിക്ക് വേണമെങ്കിൽ സെൻറ്റി അടിക്കാം. ഞാനൊരു കുട്ടിയുടെ ഉമ്മയാണ്, എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ തൂങ്ങി മരിക്കും, എനിക്ക് വന്നിരുന്ന് കരഞ്ഞ് പറയാം. ഞാൻ ചെയ്യുന്നില്ലല്ലോ. അല്ല, ഇനി ചെയ്തിട്ടും നാട്ടുകാർ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെയുള്ള തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ തലയില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അതിനകത്തുണ്ട്. എല്ലാ തെളിവുകളും അതിനകത്തുണ്ട്. മാലയാവട്ടെ കൈകളാവട്ടെ എല്ലാം ജനങ്ങളെ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതും കൂടെ ഓർക്കണം. അങ്ങനെയുള്ളപ്പോൾ കുട്ടിയുമായിട്ട് വന്നൊരു നാടകം നടത്തിയാൽ തന്നെ അത് ഈ അവസരത്തിൽ ജനങ്ങൾ അംഗീകരിക്കത്തില്ല എന്നുള്ളത് അറിയാവുന്നൊരു വ്യക്തി കൂടിയാണ് സഭ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടാമെങ്കിൽ അതും അറിയാതിരിക്കുമോ? ഇവിടെ ഓർക്കേണ്ടത് സഭയും പസ്മിനയുമായിട്ട് ചേർന്നപ്പോൾ, ഇല്ലെങ്കിൽ അവർ തമ്മിലുള്ള വാക്പോരുകൾ നിർത്തിയപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ പുറത്തു വന്നത്. അതുവരെ ഇങ്ങനൊരു വീഡിയോ പുറത്തു വന്നിട്ടേയില്ല. അങ്ങനെയെങ്കിൽ ഈ വീഡിയോ പുറത്തു വിട്ടത് തന്നെ സഭയോടും പസ്മിനയോടും ദേഷ്യമുള്ള ഒരാൾ തന്നെ ആയിരിക്കണം. പക്ഷെ അവിടെയും സഭ പറഞ്ഞു വയ്ക്കുന്നത് ഇതെൻ്റെ വീഡിയോ അല്ല, ഇത് ഞാനല്ല ഇതിനകത്തുള്ളത്, എനിക്കിതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാണ്. എനിക്കറിയത്തില്ല, ലല്ലുവിൻ്റെ കാര്യം എൻ്റെ അടുത്ത് ചോദിക്കേണ്ട, എൻ്റെ കൂടെ ഇല്ല അവൻ. അപ്പോൾ അവൻ എന്ത് സംഭവം, അവനെ ബാംഗ്ലൂർ ഇടക്കുണ്ടാവും, ഇടക്കൂടെ ഉണ്ടാവും, അത് എന്ത് കഥ എനിക്കറിയില്ല. ലല്ലുവിൻ്റെ കാര്യത്തെക്കുറിച്ച് എല്ലാവരോടും ചോദിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. ഇതിനു മുമ്പ് വരെ നല്ല സുഹൃത്ത്, നല്ല വ്യക്തി, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു സഭ. അവൻ പറയുന്നതിലും കാരണമുണ്ട്, അവൻ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ് എന്ന് പറഞ്ഞ് ഫസ്മിനെ കുറ്റപ്പെടുത്തിയ വ്യക്തി ഇപ്പോൾ നേരെ വന്ന് ഉൾട്ടയടിച്ചിരിക്കുകയാണ്. ഫസ്മിന പാവമാണ്, ഫസ്മിന നല്ല വ്യക്തിയാണ്, ലല്ലുവിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല, ലല്ലു എവിടെയാണെന്ന് പോലും അറിയത്തില്ല, അവൻ വല്ല ഗേൾഫ്രണ്ടിൻ്റെ കൂടെ ആയിരിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ സഭ പറയുന്നത്. ഇതിപ്പോൾ എന്താണ്, ആരാണ് സത്യം പറയുന്നതെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ കമൻറ്റ് ബോക്സിൽ പറയുന്നതിൻ്റെ തൊട്ട് ഇവർ 4 പേരും ഉടായിപ്പാണോ എന്ന തരത്തിലാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്. ലല്ലുവിനെ കെട്ടിക്കൂടെന്ന് എനിക്ക് ആവശ്യമില്ല. എനിക്ക് കെട്ടണമെങ്കിൽ എനിക്ക് എപ്പോഴേ അവനെ കെട്ടാൻ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒരു കുഴിയിൽ നിന്നെടുത്ത് ഒരു കുഴിയിലേക്ക് മാറി, ആ കുഴിയിൽ നിന്നെടുത്ത് പടുകുഴിയിലേക്ക് ഞാൻ പോകണോ? നിങ്ങളൊന്ന് പറ, ഞാൻ ഇനി പടുകുഴിയിലേക്ക് പോകണോ? ഈ കുട്ടീനെ വെച്ച് ഞാൻ ഇനി പടുകുഴിയിൽ പോയിട്ട് ഞാൻ ഇനി എൻ്റെ ലൈഫ് ഞാൻ സ്പോയിൽ ചെയ്യണമെന്നാണോ നിങ്ങൾ പറയണത്? ഇപ്പോൾ ഈ വന്ന വീഡിയോയും ഫോട്ടോയൊക്കെ ശരിയാണെങ്കിൽ ആ പടുകുഴിയിൽ വീണു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ആ പടുകുഴിയിൽ വീണ അടുത്ത ഇരയായിട്ട് മാറിയിരിക്കുകയാണ് സഭയും എന്നാണ് പലരും പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലരും ചോദിക്കുന്നത് അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഒന്നുമില്ലെങ്കിലും സഭയെ അനുകൂലിക്കുന്ന കുറച്ച് പേരെങ്കിലും വിചാരിക്കും അത് ആയിരിക്കണമേ എന്നുള്ള തരത്തിലായിരിക്കും പലരും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അവിടെയും അതിനെ പൂർണ്ണമായിട്ട് അവഗണിച്ച് കളയുകയാണ്. എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്ന തരത്തിലാണ് പറയുന്നത്. പക്ഷെ അവിടെയൊക്കെ ആ വീഡിയോ സത്യമല്ല, ഇല്ലെങ്കിൽ ആ ഫോട്ടോ ഒറിജിനൽ അല്ല എന്നൊന്നും പറയുന്നില്ല. അവിടെയാണ് സംശയിക്കേണ്ടി വരുന്നത്. ഈ ഗോസിപ്പും കേട്ട് അവിടെ ഇവിടെയും തോണ്ടാത്ത കുറെ വീഡിയോയും കണ്ട് വന്നിരുന്നു. ലല്ലുവിൻ്റെ വീഡിയോ മറ്റേ വീഡിയോ നിങ്ങൾക്കൊന്നും നാണാവില്ല ഇതൊന്നും ചോദിച്ചുകൊണ്ടിരിക്കാൻ. അതെ, നിങ്ങൾക്ക് നാണമാകത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും കാണിച്ചു കൂട്ടിയ സഭയ്ക്കില്ലാത്ത നാണം എന്തായാലും ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം ബഹുമതി കിട്ടുന്ന കാര്യങ്ങളാണല്ലോ ഇത്രയും നാളും സഭയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കളി നടത്തിയവരും ഇട്ടിട്ട് പോയവരും ഒന്നുമല്ല കുറ്റക്കാർ, പുറത്തു നിന്ന് ചോദ്യം ചോദിക്കുന്നവരാണ് കുറ്റക്കാർ എന്ന തരത്തിലാണ് സഭ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ കാര്യവുമായിട്ട് പോകുമല്ലേ, എന്തിനതിൽ ഇടിച്ചു കയറി നിങ്ങൾ വരണം എന്നുള്ള തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനു മുമ്പ് എന്തിനായിരുന്നു ഇത്രയും ഇൻ്റർവ്യൂ കൊടുത്തത്? ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ലായിരുന്നു, എൻ്റെ ഡ്രൈവറിൻ്റെ കൂട്ടുകാരനാണ് ലല്ലു, അങ്ങനെയാണ് ലല്ലുവിനെ പരിചയപ്പെട്ടത്, അല്ലാതെ ഒരു അടുപ്പവുമില്ല എന്ന തരത്തിൽ പിന്നെ എന്തിനാണ് ഇൻ്റർവ്യൂ കൊടുത്തത്? അങ്ങനെയെങ്കിൽ അന്നേ അങ്ങ് സ്റ്റോപ്പ് ചെയ്തുകൂടായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല, ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് അന്നേ ഒഴിവാക്കാമായിരുന്നല്ലോ. ഇത് നാട് മുഴുവൻ നടന്ന് ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഇപ്പോൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴായി ഇപ്പോൾ കുറ്റം. ആ രീതിയിലേക്കാണ് സഭ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഞാൻ എന്തായാലും ഇടുന്നില്ല, ഞാൻ ഇതിനെപ്പറ്റി ഞാൻ ഇടുന്നില്ല. അപ്പോൾ എന്നെ വെറുതെ വിടുക. എനിക്കിതിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ വീഡിയോ ഇടാത്തത്. അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ പറഞ്ഞ് വീഡിയോ ഇടായിരുന്നു. ഞാൻ എന്തിനെങ്കിലും നിൽക്കുന്നുണ്ടോ? എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഈ ഒരു ലൂപ്പിൽ നിൽക്കാൻ താല്പര്യമില്ല. ഇതിനെയൊക്കെയാണ് 2 നിലപാട് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിലപാടാണോ, ഇനി അകപ്പെട്ട് പോയതാണോ, ഇനി അകപ്പെടുത്തിയതാണോ, എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇതിലൊന്നും സഭയ്ക്കൊരു റോളുമില്ല, ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല, തനിക്കിതിൽ മറുപടി തരാൻ താല്പര്യമില്ല എന്ന തരത്തിലാണ്
സഭ പറഞ്ഞു വയ്ക്കുന്നത്. ഫസ്മിനായിട്ടാണ് നമ്മൾ പറഞ്ഞ് സോൾവ് ആക്കിയത്. നമ്മൾ തമ്മിലൊരു ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തല്ലുടുത്തത്തിൽ വെക്കാതിരിക്കാൻ വേണ്ടി, മനുഷ്യന്മാരാണ്, മരിക്കാനുള്ളവരാണ്. അതുകൊണ്ട് ആ ഒരു തല്ലുടുത്തത്തിലേക്ക് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഫസ്മിനടുത്ത് ഞാൻ മിണ്ടിയത്. അല്ലാതെ ലല്ലുവുമായിട്ട് എന്തെങ്കിലും പിണക്കമുണ്ടായിട്ടല്ല ഫസ്മിനയുടെ കൂടെ പോയി മിണ്ടിയത്. ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഫസ്മിന മോശക്കാരി എന്ന തരത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. അവളുടെ കൂടെ എങ്ങനെ അവൻ താമസിച്ചു എന്ന തരത്തിലായിരുന്നു പറഞ്ഞു നടന്നിരുന്നത്. ഇപ്പം നേരെ തിരിച്ചു പറയുന്നു, ഫസ്മിന നല്ല കുട്ടിയാണ്, മിടുക്കിയാണ്, അവനെക്കുറിച്ച് അറിയത്തില്ല. ഫസ്മിനാനെ ഞാൻ കുറ്റം പറയത്തില്ല. ഫസ്മിന ജെന്യൂനാണ്, എല്ലാത്തിനും ജെന്യൂനാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഓള് പാവം. ഫസ്മിന പാവമാണ്, ജെന്യൂനാണ്, പെർഫെക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇത്രയും നാളും ഫസ്മിന പറഞ്ഞിരുന്നത് സഭ മോശക്കാരിയാണ്, സഭയും ലല്ലുവുമായിട്ട് അവീതമുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ട് കിടന്നത്. അതൊരിക്കലും ഫസ്മിനെ മാറ്റി പറഞ്ഞതുമില്ല. അങ്ങനെയെങ്കിൽ ഫസ്മിന ജെന്യൂനാണെങ്കിലും ഫസ്മിന പറയുന്നതെല്ലാം സത്യമാണെന്ന് സഭ തന്നെ അംഗീകരിക്കുകയാണെങ്കിൽ ഫസ്മിന തന്നെ തെളിവുകളുമായിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് സഭയും ലല്ലുവുമായിട്ട് അവിഹിതമാണെന്ന്. അപ്പോൾ ഇവിടെ ആരെയാണ് വിശ്വസിക്കേണ്ടത്? സഭയാണോ ഫസ്മിനെയാണോ? ഫസ്മിന പറയുന്നു നിങ്ങൾ രണ്ടും അവിഹിതമാണെന്ന്. സഭ മോശമായിട്ടുള്ള പിക്ചർ ലല്ലുവിന് അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അവിടെ സഭ ഫസ്മിന ജെന്യൂനാണെന്ന് പറയുമ്പോൾ ഫസ്മിന പറഞ്ഞ ഇക്കാര്യങ്ങളെല്ലാം സത്യമാണെന്നാണോ സഭ പറഞ്ഞു വയ്ക്കുന്നത്? ഒരു തരത്തിൽ പറഞ്ഞാൽ സഭ എന്താണ് പറയുന്നതെന്ന് സഭയ്ക്ക് തന്നെ അറിയത്തില്ല. അതായത് സഭ എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് സഭയ്ക്ക് തന്നെ അറിയാത്തതുപോലാണ് സഭ ഇപ്പോൾ ഓരോ കാര്യങ്ങളും പറയുന്നത്. ആ മാല, അതിൽ കാണുന്ന മാല ഞാൻ വോട്ടിങ്ങിന് പോയപ്പെട്ട മാല, ഇത് ഞാൻ അഴിച്ചു മാറ്റിയിട്ടില്ല. എനിക്ക് മാറ്റേണ്ട കാര്യമില്ല. അങ്ങനെ പേടിച്ച് നിൽക്കാനാണ് ഞാൻ ഇത് മാറ്റുക. ഫസ്റ്റ് ഞാൻ ഈ മാല മാറ്റത്തുള്ളൂ. ആണോ അല്ലേ നിങ്ങൾ പറ. ഇപ്പം എൻ്റെ ലൈവ് കാണുന്നവർ പറ. പക്ഷെ ജനങ്ങൾ മണ്ടന്മാരല്ല. ജനങ്ങൾക്കറിയാം അതുമായിട്ട് തന്നെ വരുമെന്ന്. അങ്ങനെ വന്നാൽ പലരും സംശയിക്കത്തില്ല എന്ന് കരുതി വന്ന സഭയ്ക്കാണ് തെറ്റുപറ്റിയത്. ഇനിയിപ്പോൾ സഭ മാല ഇടാതെ വന്നാലും മാല ഇട്ടിട്ട് വന്നാലും ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. എന്താണ് നടക്കുന്നതെന്നും എന്താണ് നടന്നതെന്നും സഭ പറയുന്ന ജെന്യൂനായിട്ടുള്ള ഫസ്മിന് പറഞ്ഞതെല്ലാം ശരിയാണെന്നും ജനങ്ങൾക്ക് മനസ്സിലായി. യുവർ ഹാൻഡ് യുവർ ഹെയർ. എൻ്റെ ഈ ഹെയറായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. നോക്കട്ടെ. ഞാൻ സത്യം പറഞ്ഞ യൂട്യൂബിൽ വീഡിയോസ് കാണാൻ നിൽക്കില്ല. ഞാൻ ആദ്യമൊക്കെ വ്ളോഗ് കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അതെ, ഈ വീഡിയോ കണ്ടതേ ഇല്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയത്തുമില്ല. മേഘനാസ് കരഞ്ഞതിനെക്കുറിച്ചും അറിയത്തില്ല. അതുപോലെ തന്നെ മാലയുടെ കാര്യം പറഞ്ഞ വീഡിയോയും അറിയത്തില്ല. ഒരു വീഡിയോയും ഞാൻ കാണുന്നില്ല. പക്ഷേ എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എല്ലാത്തിനും എനിക്ക് ആൻസറും ഉണ്ട്. ഇവിടേക്ക് ഒന്നിനും ആൻസർ പറയുന്നില്ലെങ്കിലും കുറേ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ വ്യക്തമാണ്. ഇത് സിൽവർ ആടാ. ആ മാല നിങ്ങൾ കണ്ടോ? അത് ഗോൾഡൻ ആണ്. അല്ല, അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. മാലയുടെ വ്യത്യാസം പറഞ്ഞത്. അതെ, അതൊക്കെ അന്വേഷിച്ച് വെച്ചിരിക്കുകയാണ്. സിൽവർ ആണ്, ഗോൾഡ് ആണ്. ആദ്യം തന്നെ വന്ന് പറഞ്ഞത് എൻ്റെ തലയല്ല എന്നാണ്. പിന്നെ പറയുന്നു ആ മാലയല്ല എന്ന്. എന്നിട്ട് എല്ലാം പറഞ്ഞതിന് ശേഷം പറയുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല എന്ന്. എടാ, ഒരാൾ കരഞ്ഞ് സെൻറ്റി അടിക്കാൻ നല്ല സുഖമാണ്. അതെനിക്കും പറ്റും. എനിക്ക് ഈ വീഡിയോ ഓണാക്കി വെച്ചിട്ട് നല്ലോണം ഇരുന്ന് കരഞ്ഞ് എൻ്റെ ഫീലിങ്സ് എനിക്ക് പൊട്ടിക്കരഞ്ഞ് എനിക്ക് തീർക്കാൻ നല്ലോണം അറിയാം. എൻ്റെ കുട്ടീനെ എൻ്റെ കയ്യിൽ വെച്ചിട്ട് എനിക്കിരുന്ന് കരയാനറിയാം. എന്തെങ്കിലും സെൻറ്റി അടിച്ച ആളുകൾ എൻ്റെ അടുത്തേക്ക് വരില്ല എന്നാണോ? നല്ലോണം വരും. ആളുകൾ എൻ്റെ കൂടെ തന്നെ വരും. എത്ര തെറ്റ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വീഡിയോയിൽ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരും. ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് അങ്ങനെ ഒരു ഡ്രാമ കളിച്ച് ഓരോരുത്തരുടെ സ്നേഹം പിടിച്ചു പറ്റേണ്ട ആവശ്യമില്ല. ഞാൻ എങ്ങനെയായിരിക്കുന്നു എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെയൊക്കെ ഒരു കാര്യം വ്യക്തമാണ്. ഈ 4 പേരും ഇനി എന്ത് തെളിവുകൾ കൊണ്ടുവന്നാലും സത്യം തുറന്നു പറയത്തില്ല. ഇത് ഞങ്ങളല്ല, ഇത് മറ്റവനാണ്, ഇതിൻ്റെ സത്യാവസ്ഥ വേറൊന്നാണ് എന്ന തരത്തിലാണ് ഈ 4 പേരും പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് തെളിവായിട്ട് വന്നാലും ഇവരാരും അത് അംഗീകരിക്കത്തുമില്ല. നാളെ വേറെ എന്തെങ്കിലും തെളിവായിട്ട് വരികയും ചെയ്യും. ഈ സീരീസ് അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇനി അത് തന്നെയാണോ ഇവരുടെ ഉദ്ദേശമൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകണം. കൂടെ ഓരോ വീഡിയോ കൊണ്ടിട്ട് ഒന്നങ്ങ് കത്തിക്കും. അതിനുശേഷം അത് അണഞ്ഞു വരുമ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരും. അങ്ങനെ ഈ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഇത് ഇവിടം കൊണ്ടൊന്നും ഈ സീരീസ് തീരുമെന്ന് തോന്നില്ല. ഇവിടെയൊക്കെ പല കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.